ഘടകങ്ങൾ കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, ക്രെഡിറ്റ് അധിഷ്ഠിത 4 വർഷ ബിരുദ പരിപാടി FIUP റദ്ദാക്കി അക്കാദമിക വളർച്ച ഉറപ്പാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കുക, സാർവത്രികവും ശാസ്ത്രീയവും മതേതരവും ജനാധിപത്യപരവുമായ സൗജന്യ പൊതുവിദ്യാഭ്യാസ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉന്നയിക്കും. NEP 2020 PM-3 പദ്ധതി FIUP എന്നിവയ്ക്കെതിരായ ഈ പോരാട്ടം ജനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശവും ഇന്ത്യയുടെ ഫെഡറൽ മതേതര ജനാധിപത്യ ആത്മാവിനെയും സംരക്ഷിക്കുവാനുള്ള അനിവാര്യമായ പോരാട്ടമാണെന്ന് ഈ കൺവെൻഷൻ പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനും വാണിജ്യവൽക്കരണത്തിനുമെതിരെ സംസ്ഥാന വ്യാപകമായ ബഹുജന സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ ഈ കൺവെൻഷൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങി വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ സംഘടനകളും പ്രവർത്തകരും ഉൾപ്പെടെ വിപുലമായ ജനാധിപത്യ സമര ഐക്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതാതിടത്തിന് ചേർന്ന രീതിയിലുള്ള ഐക്യ സമര സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. ചർച്ചകൾ, സംവാദങ്ങൾ, സെമിനാറുകൾ, മറ്റു പ്രാദേശിക ജില്ലാ സമര പരിപാടികൾ എന്നിവ നിരന്തരമായി സംഘടിപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് അതിനെ സംസ്ഥാനതല സമര രൂപങ്ങളിലേക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. സാങ്കേതികമായി BJP ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ പാർട്ടികളും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തിരസ്കരിക്കുമെന്ന് തങ്ങളുടെ പ്രകടന പത്രിക വഴി ഇവിടുത്തെ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബാധ്യതയുണ്ട്. ഈ നയത്തിലെ അപകടകരമായ വ്യവസ്ഥകൾ സംബന്ധമായി താഴെ തലത്തിൽ നിന്ന് നിരന്തരമായ ചർച്ചകൾ വളർത്തിക്കൊണ്ടുവരികയും ഇലക്ഷനിൽ മത്സരിക്കുന്ന പാർട്ടികളെയും വ്യക്തികളെയും ഇത് സംബന്ധമായ ഒരു നിലപാട് എടുക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുവാനും കേരളത്തിലെ സിവിൽ സൊസൈറ്റിക്ക്, അതായത് താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന ജനകീയ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, മറ്റ് സമര സമിതികൾ, ക്ലബ്ബുകൾ, പൊതുപ്രവർത്തകർ ഇവർക്ക് ബാധ്യതയുണ്ട്. എല്ലാവരോടും ഈ കൺവെൻഷൻ ക്രിയാത്മകമായി ഈ സാഹചര്യം മനസ്സിലാക്കുവാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ഈ കൺവെൻഷൻ അഭ്യർത്ഥിക്കുന്നു. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഈ സമരം